എന്ന വലിയൊരു കുടുംബത്തിലെ ചെറിയൊരു വീടായ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ നിന്നും 4 അംഗങ്ങൾ 31-ാം തീയതി അവരുടെ സേവനം പൂർത്തിയാക്കി തിരികുകയാണ്. 31 വർഷവും 30 വർഷത്തോളവും പോലീസ് സേനയിൽ ഒരു അംഗമായി പ്രവർത്തിക്കുവാൻ കഴിഞ്ഞതിൽ സർവേശ്വരനോട് നന്ദി അല്ലെങ്കിൽ കടപ്പെട്ടിരിക്കുന്നു നമ്മൾ ഓരോരുത്തരും. കാരണം ഒരാൾക്ക് പോലീസിൽ അല്ലെങ്കിൽ പട്ടാളത്തിൽ ജോലി കിട്ടുക എന്ന് പറയുന്നത് വളരെ റയറാണെന്ന് പറഞ്ഞാൽ ദൈവ കൃപ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളവർക്ക് മാത്രമേ സേനയിൽ അംഗമാകാൻ പറ്റൂ എന്നുള്ളതാണ്. അതായത് ബൈബിളിൽ ഒരു വചനം നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ സ്വാഗത പ്രാസംഗികൻ, ഭൂമിയിൽ സമാധാനം ആര് സൃഷ്ടിക്കുന്നുവോ അവന് സ്വർഗം അർഹതപ്പെട്ടതാണ്. അങ്ങനെയാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ഭൂമിയിൽ സമാധാനം സൃഷ്ടിക്കുന്നവരാരാണോ അവർക്ക് സ്വർഗം അർഹതപ്പെട്ടതാണ്. ഭൂമിയിൽ സമാധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന 2 വിഭാഗമേ ഉള്ളൂ. ഒന്ന് പോലീസും ഒന്ന് പട്ടാളക്കാരും. കാരണം അവരൊരു പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ പട്ടാളക്കാരൻ അവൻ്റെ ക്യാമ്പിലോ അല്ലെങ്കിൽ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പെയോ അവൻ്റെ ആഗ്രഹം ഓരോ ദിവസവും അവൻ ആഗ്രഹിക്കുന്നത് ഇന്ന് പ്രശ്നമൊന്നും ഉണ്ടാകില്ല. ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ആദ്യം കയറി വരുന്ന ഒരു പോലീസുകാരൻ എന്ന് വിചാരിക്കുന്നത് എന്താണെന്നറിയാം, ഇന്ന് ഒരു പ്രശ്നം ഉണ്ടാകരുത്, ഒരു കേസും ഉണ്ടാകല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതായത് പ്രശ്നം ഉണ്ടാകല്ലേ, കൊലപാതകങ്ങൾ ഉണ്ടാകരുത്, അടിപിടി ഉണ്ടാകരുത്, മോഷണം ഉണ്ടാകരുത്, ഇതൊക്കെ ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് നമ്മളല്ലാതെ വേറെ ആരാണ്? ഏതെങ്കിലും ഒരാൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഏതെങ്കിലും പള്ളിയിലോ അമ്പലങ്ങളിലോ ചെന്ന് പ്രാർത്ഥിക്കും, ദൈവമേ ഇന്ന് മോഷണമൊന്നും ഉണ്ടാകല്ലേ, ഇന്ന് പിടിച്ചുപറി ഉണ്ടായില്ല, ഇന്ന് കൊലപാതകം ഉണ്ടാകല്ലേ എന്ന് ആരും പ്രാർത്ഥിക്കുന്നു. പക്ഷെ പ്രാർത്ഥിക്കുന്ന നമ്മൾ മാത്രമേ ഉള്ളൂ. അതായത് സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് പോലീസ്. പിന്നെ ഒന്ന് പട്ടാളക്കാരെന്ന് പറയുന്നത് യുദ്ധം ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു വിഭാഗം പട്ടാളക്കാരാണ്. യുദ്ധം ഉണ്ടാകുമ്പോൾ നമ്മൾ അവിടെ ഇവിടെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇത് ഉണ്ടാകല്ലേ എന്ന് ഓരോ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവരാണ്. കാരണം അവർ കുടുംബങ്ങളുമായിട്ടൊരു ബന്ധമുണ്ട്. കുഞ്ഞുങ്ങളെ കാണാൻ, ഭാര്യ ഒന്ന് സമാധാനത്തെ വിളിക്കാനും പറ്റുന്നത് സമാധാനം ഉള്ളപ്പോഴേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് ബൈബിളിൽ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗം അർഹതപ്പെട്ടതാണ്. പള്ളിയിൽ ക്രിസ്തുവിന്റെ അടുക്കൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പള്ളിയിൽ അച്ഛനും, പള്ളിയിൽ വേദങ്ങൾ ചൊല്ലുന്ന ഉസ്താദിനും, അമ്പലങ്ങളിൽ പൂജ ചെയ്യുന്ന തിരുമേനിക്കും സ്വർഗത്തിൽ എല്ലാം ഭയങ്കര പാടാണ്. പക്ഷെ നമുക്ക് ഈ സേനയിൽ വരുന്നതിന് മുമ്പ് നമുക്കൊരു സീറ്റ് അവിടെ ഉറപ്പിച്ചിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്, അല്ലേ? നമുക്ക് സമയത്ത് അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ല, സമയത്ത് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, ഇതൊന്നും നമുക്ക് പോകാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് നേരത്തെ ഈ സേനയിൽ നീ അംഗമായോ, നിനക്ക് സ്വർഗത്തൊരു സീറ്റ് ഉറപ്പിച്ചു എന്നുള്ളതാണ്. നമ്മൾ മരണപ്പെട്ടു പോയാലും സ്വർഗത്ത് നമുക്കൊരു സീറ്റ് ഉണ്ടെന്നാണ്. അപ്പൊ അതിന് മുൻകൂട്ടി ലഭിച്ച അനുഗ്രഹമുള്ളവർക്കേ ഈ ജോലി കിട്ടൂ എന്നുള്ളതാണ് പറയുന്നത്, അല്ലേ? ഒരുപാട് പേര് അസൂയപ്പെടുന്നുണ്ട്. നമ്മൾ പോലീസിനെപ്പോൾ ഒത്തിരി കുറ്റം പറയുന്നുണ്ടാകും, പക്ഷെ അവർ മാറി ഇന്ന് ഇങ്ങനെ അസൂയപ്പെടുന്നുണ്ട്, എനിക്കിതൊന്നും പറ്റുന്നില്ലല്ലോ. കാരണം വേറെ ഏത് ജോലിയും ആർക്കും ചെയ്യാം. ഒരു ക്ലർക്കിന്, കണ്ണു കാണാത്ത ഒരാൾക്ക് ക്ലർക്കിന്റെ പണി ചെയ്യാം, കാലില്ലാത്തവന് ക്ലർക്കിന്റെ പണി ചെയ്യാം, എന്തുവാകാം. പക്ഷേ ഒരു പോലീസ് ആകണമെങ്കിൽ അവന് കാഴ്ചയുണ്ടാകണം, അംഗവൈകല്യം ഉണ്ടാകാൻ പാടില്ല, ഒന്നുമില്ല. അപ്പൊ ഇതെല്ലാം പെർഫെക്റ്റ് ആയ ഒരാൾക്ക് മാത്രമേ സേനയിലേക്ക് വരാൻ പറ്റൂ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോരുത്തരെ അരിച്ചരിച്ച് ടെസ്റ്റ് നടത്തുന്നു, ഓടിക്കുന്നു, ചാടിക്കുന്നു, ഇതെല്ലാം കഴിഞ്ഞാണ് നമ്മളെ സേനയിലേക്ക് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെർഫെക്റ്റ് ആണ്, ഫിസിക്കലി പെർഫെക്റ്റ് ആണ് അവൻ, ഇല്ലേ? 10-30 വർഷം സേവനം എന്ന് പറയുന്നത് ഇതിനൊക്കെ വലിയ സേവനമില്ല. ഞാൻ പറയുന്ന അവരുടെ കുടുംബാംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ പെൻഷൻ ആയി കഴിഞ്ഞാൽ ഇവരെ സ്വസ്ഥമായിട്ട് ഇരുത്തരുത് എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിക്കും 30 വർഷം സേവനമല്ലേ, ഇനി അച്ഛനും അമ്മയൊക്കെ അച്ഛൻ ഇച്ചിരി റെസ്റ്റ് എടുത്തോട്ടെ, ഒന്നും ശല്യമേ ചെയ്യരുത്, റെസ്റ്റ് എടുത്തോ, അങ്ങനെ ചെയ്യരുത്. കാരണം അവരെപ്പോഴും ലൈവാണ്. അതായത് നോക്കി, വളർന്നു വരുന്ന ഓരോ കുട്ടികളുടെയും മനസ്സ് ആ പിതാവിനറിയാം. അതാണ് പോലീസിനുള്ള പ്രത്യേകത. അതായത് ഇപ്പൊ എന്താണോ ലൈവ് കുട്ടികൾ ചെയ്യുന്നത് അതെല്ലാം നമുക്കറിയാം. ആ ഗെയ്സ് അല്ലെങ്കിൽ ആ ബൈബിൾ ഇതെല്ലാം നമുക്കറിയാം, ഇല്ലേ? അതായത് ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ, പയ്യന്മാർ എന്ത് പറയുന്നോ അതെല്ലാം 55-56 വയസ്സായ നിങ്ങളുടെ അച്ഛനറിയാം. നിങ്ങളുടെ ഓരോ ചലനങ്ങളും അവർക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം നമ്മൾ ലൈവാണെന്ന് പറയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥൻ പെൻഷൻ ആയാലും അവൻ ലൈവാണ്. അതുകൊണ്ട് അവരെ അങ്ങനെ ഉപയോഗിക്കണം, ഇല്ലേ? ഇവിടെ നമുക്കറിയാം, ഇവിടെ ഉണ്ടായിരുന്നു ശിവൻ തിരുമേനി, ശിവൻ എന്ന് പറയുന്ന രസം ഉണ്ടായിരുന്നു. പെൻഷൻ ആയി കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, അപ്പുറത്ത് കകൂട്ടിക്ക് തൊട്ടപ്പുറത്ത്, തൃശ്ശൂർ ജില്ല. ഞാനിവിടെ SI ആയിരുന്നു 2005
2005 ഞാൻ ഇവിടെ SI ആയിരുന്നു, അങ്കമാലി SI. അന്നുണ്ടായിരുന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിവൻ എന്ന് പറഞ്ഞ അല്ലേ, പിന്നെ പെൻഷൻ ആയി കഴിഞ്ഞപ്പോൾ അയാൾ നിന്നില്ല. അയാൾ അവിടെ പോയി ഇലക്ഷൻ മത്സരിച്ചു, അവിടുത്തെ പ്രസിഡന്റായി, അവിടുത്തെ പഞ്ചായത്തിലെ പ്രസിഡന്റ് വരെയായി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും സാമൂഹ്യ സേവനവും നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് പോലീസ് ഉദ്യോഗസ്ഥർ. അവർ പുറത്തു പോയാൽ പോലീസുകാരനാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തണ്ട, അവർക്ക് ഏത് മേഖലയിലും ജീവിക്കാം, ഏത് മേഖലയിലും ജീവിക്കാം, ഏത് സാഹചര്യത്തിലും ജീവിക്കാം. അവരെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ മക്കളും അല്ലെങ്കിൽ ഭാര്യയൊക്കെ കുറച്ചു നേരം മിണ്ടാതിരുന്നാലും അദ്ദേഹം ജീവിക്കും. നിങ്ങളൊന്നും കൊടുത്തില്ലേലും അദ്ദേഹം ജീവിക്കും. അതായത് ഏത് സാഹചര്യത്തിലും ജീവിക്കുവാൻ പഠിച്ചിട്ടാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവൻ്റെ സേവനം കഴിഞ്ഞിറങ്ങുന്നത്. അതുകൊണ്ട് എനിക്ക് കുട്ടികളോടും മക്കളോടും ഭാര്യയോടും ഒക്കെ പറയാനുള്ളത്, അവരെ വളരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, പരിഗണന കൊടുക്കുക. കാരണം അവർ ഒറ്റപ്പെടാൻ പാടില്ല. കാരണം ഇത്രയും വലിയൊരു സേനയിൽ ഇന്നലെ വരെയും ഓരോ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് വരുമ്പോൾ വീട്ടിൽ അവൻ ഒറ്റപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര സങ്കടമായിരിക്കും കേട്ടോ. അതുകൊണ്ട് എല്ലാ മേഖലകളിലും അവരെ മുൻപന്തിയിൽ തന്നെ നിർത്തുക, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ അവരെ മുന്നോട്ട് നയിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും സന്തോഷപ്രദമായ ഒരു കുടുംബജീവിതം അവർക്ക് നയിക്കാൻ പറ്റും. ഇനിയും നഷ്ടപ്പെട്ടു പോയ, അതായത് ഞാൻ പറഞ്ഞില്ല, എനിക്കാണെങ്കിൽ 15, എൻ്റെ വീട് കായംകുളമാണ്. ഞാൻ 2 ആഴ്ച ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ലീവ് എടുത്ത് പോകുന്നത്. ഇതുവരെ ഞാൻ പോയിട്ട് തന്നെ ഒരു 15-16 ദിവസത്തോളമായി. ഒരു ദിവസം ലീവ് വന്നെനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് പോകാമായിരുന്നു. പക്ഷേ നമ്മുടെ ഉപരാഷ്ട്രപതി വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട റിഹേഴ്സലും അതിൻ്റെ മീറ്റിങ്ങും ഒക്കെ ആയതുകൊണ്ട് അതിന് പങ്കെടുത്തു. പിന്നെ ഇത് എനിക്ക് വൈകിട്ട് പോകേണ്ടതാണ്. പക്ഷേ എന്നാൽ ഇവിടുത്തെ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് രാവിലെ ഇന്റർസിറ്റിക്ക് പോകാം എന്നുള്ള വിചാരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളെപ്പോഴും കർമ്മ മേഖലയിലാണ്. കുടുംബത്തിൽ എന്താ അവരെ വെറുതെ ഇരുത്തരുത്, നിങ്ങൾ പരിഗണിക്കുക, അവർക്ക് ഓരോ മേഖലകൾ കാണിച്ചു കൊടുക്കുക. ഇഷ്ടംപോലെ മേഖലകളിൽ അവരെത്തും. ഇനി നല്ല ഊർജ്ജസ്വലരായിട്ട് ഒരു 10-25 വർഷം കൂടെ അവർ കൊടുക്കും. അതുകൊണ്ട് അവരെ വെറുതെ ഇരുത്താതെ നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഉപയോഗിക്കുക, നല്ല രീതിയിൽ അവരെ സ്നേഹിക്കുക. നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ, അവർക്ക് കൊടുക്കാൻ പറ്റാതിരുന്ന പരിഗണനയും സ്നേഹവും അവർക്ക് എവിടെയെങ്കിലുമൊക്കെ എത്തപ്പെടാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അവരെ എത്തിക്കുക. റിട്ടയർമെന്റ് ജീവിതമാണ് ഇനി അവരുടെ ഹണിമൂൺ. അപ്പോൾ അതനുസരിച്ച് അവരെ വിടുക. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നൽകുന്നു ഞാൻ ബഷീറിനും അതുപോലെ തന്നെ ഖാദറിനും രഘുവിനും നിസാറിനും ഒക്കെ തന്നെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള നന്മകളും സ്നേഹവും പരിഗണനയൊക്കെ ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.